വെൽക്കം ടു PSC കരിയേഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പേപ്പർ കോഡ് 79/2025 ആണ്. വരുന്ന എക്സാമുകൾക്ക് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നത് PYQ ആണ്. നമുക്ക് എന്നാൽ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സവർണ ജാഥയാണ്. സവർണ ജാഥയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. രണ്ടാമത്തെ ചോദ്യം, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ പ്രകാരമാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? ഉത്തരം 1917. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? അതായിരുന്നു 1917 നടന്നത്. നാലാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. ഈ മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ഉത്തരം ചൈനീസ് വിപ്ലവം. ഓപ്ഷൻ എ ആണ് ഉത്തരം. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ഉത്തരം ചൈനീസ് വിപ്ലവം. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഏഴാമത്തെ ചോദ്യം, തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയ്ക്ക് കാണുന്ന ചെറിയ ഫലകം ഏതാണ്? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാസ്ക. നാസ്കയാണ് തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ലോക്ടാക്. ലോക്ടാക് തടാകമാണ് മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? അത് ലോക്ടാക് തടാകമാണ്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏത്? പശ്ചിമവാതങ്ങൾ. പശ്ചിമവാതങ്ങളാണ് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്നത്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ആഗ്നേയശിലകൾ. ആഗ്നേയശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. മാതൃശില എന്ന് അറിയപ്പെടുന്നതും ആഗ്നേയ ശിലകൾ തന്നെയാണ്. കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? കേരളത്തിലെ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുണ്ടറ. കുണ്ടറയിലാണ് ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം. കുണ്ടറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊല്ലത്താണ്. അത് ആ ക്വസ്റ്റ്യൻ ഇല്ല. 12, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? 1982 നബാർഡ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത്. 1982 ജൂലൈ 12 നിലവിൽ വന്നത്. നബാർഡ് കമ്മിറ്റി നിലവിൽ വന്നത് ശിവരാമൻ കമ്മിറ്റി പ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനം, ക്ഷീരോത്പാദനം, കാർഷിക ഉൽപാദനം, മത്സ്യ ഉൽപാദനം.
ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെടുന്നു? ഉത്തരം ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെടുന്നു. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 16-ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ നിലവിൽ നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരായിരിക്കും? പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആയിരിക്കും. 7-ാമത്തെ ചോദ്യം, 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് 4 ഉണ്ട്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പൊതുമേഖല സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നത് അതിൽ പെടുന്നില്ല, ഉദാരവൽക്കരണ നയങ്ങളിൽ പെടുന്നതല്ല. അപ്പോൾ 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് 18-ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത്തെ ഗവർണർ ആയി നിയമിതനായത് ആരാണ്? 26-ാമത്തെ ഗവർണർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സഞ്ജയ് മൽഹോത്രയാണ് 26-ാമത് ഗവർണർ ആയി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു മുന്നേ 25-ാമത്തെ ഗവർണർ ആരായിരുന്നു? അത് ശക്തികാന്ത് ദാസ് ആയിരുന്നു. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏതാണ്? 69-ാമത് അംഗമായത് ഇസ്രയേൽ ആണ്. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40-ലാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭഗവന്ത് റായ് മേത്ത ആണ്. ഇവ 4ഉം ശരിയാണ്. 3-ാമത്തെ ഓപ്ഷൻ, പഞ്ചായത്ത് രാജ് ദിനം ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് 24 എന്നാണ്. അത് തെറ്റാണ്. ഏപ്രിൽ 24 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 14, 19, 21 ഇവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. 14, 19, 21 എന്നീ 3 ആർട്ടിക്കിളാണ്. 22-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണ്? ശിഷ്ട അധികാരത്തിന് എക്സാമ്പിൾ ആണ് സൈബർ നിയമങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ ബി ആണ്. ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 ഇവയാണ് ഈ 3 രീതിയിലൂടെ പൗരത്വം നഷ്ടമാകുന്നു. പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ എന്നീ 3 രീതിയും നഷ്ടമാകുന്നു. 25-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ. 26-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. 27-ാമത്തെ ചോദ്യം, കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഓപ്ഷൻ സി 1600.
PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ അനുസരിച്ച് 1600 താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കിഫ്ബിയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള സംവിധാനമാണ് കിഫ്ബി. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ എന്നത് തെറ്റാണ്. കിഫ്ബിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. നിലവിൽ പിണറായി വിജയൻ ആയിരിക്കും കിഫ്ബിയുടെ ചെയർമാനായിട്ട് ഉണ്ടാവുക. 29ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം എന്നാണ്? BPL അവർ എത്ര രൂപയാണ് നൽകേണ്ടത് എന്നാണ്? അവർക്ക് എന്താണ് ഫീസ് ഉണ്ടോ? ഇല്ല, ഫീസ് ഇല്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫീസ് ഇല്ല. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? 30ാമത്തെ ചോദ്യം, ഉത്തരം മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ശരിയായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്? 31ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി ആണ്. സി 1, 3 മാത്രം ശരി. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗികമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. അത് ശരിയാണ്. 3ാമത്തെ ഓപ്ഷൻ, ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. ഈ 2 ഓപ്ഷനുകളും ശരിയാണ്. 32ാമത്തെ ചോദ്യം, 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? അതെല്ലാവർക്കും ആൻസർ അറിയുന്നതായിരിക്കും. ഓപ്ഷൻ സി 15ാമത്തെ നിയമസഭയാണ് 2021 വന്നത്. 33ാമത്തെ ചോദ്യം, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കെ സ്മാർട്ട് ആണ്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ സ്പീഷീസ് നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമാകും എന്ന് വിശേഷിപ്പിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ്. 35ാമത്തെ ചോദ്യം, HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്? HIV അണുബാധ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ടുള്ള ചികിത്സ ഏതാണ് എന്നാണ്? ഓപ്ഷൻ ബി ആണ്, ആന്റി റിട്രോ വൈറൽ തെറാപ്പി. ആന്റി റിട്രോ വൈറൽ തെറാപ്പി ഏതുമായി ബന്ധപ്പെടുന്നു? HIV-യുമായി ബന്ധപ്പെടുന്നതാണ്. 36ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉണർവ് ആണ് ഉത്തരം. ഉണർവ് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് ആര് കൊണ്ടുവന്നതാണ്? സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഉണർവ്. 37ാമത്തെ ചോദ്യം, ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, സൈക്ലോസ്പോറിൻ ആണ്. സൈക്ലോസ്പോറിൻ എ ആണ് ആൻസർ. അത് ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്നാണ് സൈക്ലോസ്പോറിൻ എ എന്നത്. നെക്സ്റ്റ് 38ാമത്തെ ചോദ്യം, ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഇത് ചെറുതായ ഒരു കൺഫ്യൂഷൻ വരും.
നമ്മൾ ആകെ ഫാഗോസൈറ്റോസിസിൽ നമുക്കറിയാവുന്നത് ന്യൂട്രോഫിലും മോണോസൈറ്റും മാത്രമാണ്. പക്ഷെ ഓപ്ഷൻ നോക്കുമ്പോൾ രണ്ട് ഓപ്ഷനുകളും പിന്നെ മാക്രോഫാജസ് എന്ന ഓപ്ഷനും കൂടി ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ് എന്നിവയാണ്. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ്? 39ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി ആണ് കരിമ്പുഴയാണ്. കരിമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം. 40ാമത്തെ ചോദ്യം, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2 എന്നിവ ശരിയാണ്. മൈക്രോ RNA കണ്ടുപിടുത്തം. രണ്ടാമത്തേത്, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിനു വേണ്ടി. ഈ 2 ആൻസറുകളും ശരിയാണ്. 41ാമത്തെ ചോദ്യം, ആട്ടിടയന്മാരുടെ താഴ്വര വാലി ഓഫ് ഷീപ്പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്ഥലം ഏതാണ്? ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ പഹൽഗമാണ്. പഹൽഗമാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. 42ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശ വർണ്ണം ഏതാണ്? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാണ്? ഓപ്ഷൻ ഡി വയലറ്റ് ആണ് ഉത്തരം. 43ാമത്തെ ചോദ്യം, ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിന് എതിരെയാണ്? ഉത്തരം ഓപ്ഷൻ ഘർഷണ ബലം. ഓപ്ഷൻ സി ഘർഷണ ബലമാണ് ഉത്തരം. 44ാമത്തെ ചോദ്യം, ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് എന്നാണ്. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഓപ്ഷൻ ബി ഖരമാണ് ഉത്തരം. 45ാമത്തെ ചോദ്യം, 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് എന്നാണ്. ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ്, സൗത്ത് ആഫ്രിക്കയാണ് ശരിയായ ഉത്തരം. 46ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി S-400 ട്രിംഫ് ആണ്. S-400 ട്രിംഫ് ആണ് ഉത്തരം. 47ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലായനിയുടെ pH കുറയുന്നു. ശുദ്ധജലത്തിലേക്ക് വിനാഗിരി ഒഴിച്ചാൽ ലായനിയുടെ pH എന്ത് സംഭവിക്കുന്നു? അത് കുറയുന്നു എന്നാണ് ആൻസർ. 48ാമത്തെ ചോദ്യം, അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് പെടുന്നത്? അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിലാണുള്ളത്? ഓപ്ഷൻ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് 49ാമത്തെ ചോദ്യം, അമോണിയ NH3 തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 44.8 ലിറ്റർ ആണ് STPയിലെ വ്യാപ്തം. 50ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് എന്നാണ് ഉത്തരം.
നൈട്രിക് ആസിഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ നോക്കാവുന്നതാണ്.